ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അങ്ങോട്ടുള്ള ഒരു കല്ലുമുക്ക ചാകരയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല കല്ലുമുക്കായ ഗായ്സ്. അപ്പോൾ ഈവനിങ് ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞ സമയത്ത് ഞാനും എൻ്റെ മോനും എല്ലാം വന്നതാണ്. കല്ലുമുക്കായ പറിക്കാൻ വന്നതല്ല, വേറെ ഒരാൾ വന്നത് അറിയുന്ന ഒരു ഫ്രണ്ട് വന്നതുകൊണ്ട് നമ്മളെല്ലാം അങ്ങോട്ടേക്ക് പോയതാണ്. പോയി നോക്കുന്ന സമയത്ത് ഗായ്സ് കണ്ടില്ലേ നിങ്ങൾ, കല്ലുമുക്കായായിട്ട് ഫുള്ളായിട്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ഇതൊക്കെ വലുതാണ്, കുറച്ച് വലുത് ചെറുതും ഉണ്ട്. അപ്പോൾ ഇത് കല്ലിൻ്റെ മുകളിലോട്ടാണ് ഉള്ളത്. അപ്പോൾ വെള്ളം വറ്റിപ്പോയതുകൊണ്ടാണ് ഇത് കാണുന്നത്. വെള്ളം വറ്റിയല്ല, വെള്ളം പറയൂലേ ഇറക്കത്തിൻ്റെ സമയമൊന്ന് അങ്ങനെ പോയതാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് കത്തി കൊണ്ടെല്ലാം പറിക്കുന്നുണ്ട്. പക്ഷെ കൈ നല്ല പണിയാവും ഗൈസ്. അപ്പോൾ ഇതില്ലേ ചിലത് മണ്ണിൻ്റെ അടിയിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിള്ളേരെല്ലാം ഇതുണ്ടല്ലോ, ഈ മോന് ടീഷർട്ടിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ഈവനിങ് സമയമായ സമയത്ത് കുറേ ആൾക്കാർ പറിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പറുള്ള ആൾക്കാർ കുറച്ചും കൂടി ആഴമെന്ന് വെച്ചാൽ ഒരു നമ്മൾ എന്താ പറയുക, ഇടുപ്പിൻ്റെ അത്ര വരെയുള്ള വെള്ളത്തിൽ നിന്നിട്ട് പറിക്കുന്നതാണ്. ഇപ്പോൾ വലിയ പിള്ളേരാണ് പോലും ഉണ്ടാവേ ഇവിടെ. ഇന്ന് മാത്രമല്ല, ഇത് നമ്മൾ ഇങ്ങനെ പറിക്കുന്ന സീസണിൻ്റെ സമയമായാലേ നല്ലോണം ഉണ്ടാവും കല്ലുമ്മക്ക. ഇതൊന്നല്ല, ഇതിനെക്കാട്ടി കൂടുതലുണ്ടാവും. പിന്നെ ഇത് ചെറുതിൽ വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. നീലപ്പച്ച കളറായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന സമയത്ത് വന്നിട്ട് ഒരു മാക്സിമം ഒരു 3 മന്ത് ഉണ്ടാവും. 3 മന്ത് അല്ല, ഒരു 1.5 മന്ത് ഉണ്ടാവും. ആ സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ പെങ്ങളെല്ലാവരും കൂടി നമ്മളിങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ പോയ സമയത്ത് ഇതേപോലെ കണ്ടിട്ട് കുറേ ആളുണ്ടായിന്. അപ്പോൾ ഇവരുടെ കസിൻസിൻ്റെ അവർ കുറേ ആൾക്കാരുണ്ടായിന്. അവരൊക്കെ നമ്മളെല്ലാം പറിച്ചിട്ട് എനിക്ക് പിന്നെ കുറച്ച് നീന്തലൊക്കെ അറിയായിരുന്നു. ഇപ്പോൾ കുറേ ആയി നീന്തിട്ട്, പക്ഷെ നീന്തൊക്കെ നല്ലോണം അറിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് അങ്ങനെ കുറേ പറിച്ച് നമ്മൾ. പക്ഷേ അത് ഫുള്ളും പുഴു കടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കല്ലുമ്മക്കായി പുഴൊന്നും കടിക്കുന്നില്ല എന്നാണ് പറഞ്ഞേക്കട്ടാ. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് കല്ലിൻ്റെ മുകളിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി. ഇത് കുറച്ച് നല്ല ആഴത്തിൽ ഇത് ഈ കല്ലുമ്മക്കായിൽ മണ്ണൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ കല്ലിൻ്റെ മുകളിലാണ്. കണ്ടില്ല നിങ്ങൾ, തിര അടിച്ച് വരുന്നത് അതിൻ്റെ മുകളിൽ കയറിയ തന്നെയാണ്. നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ കല്ലുമുക്ക ഞാൻ അത്ര വലിയ ഇഷ്ടപ്പെടുന്ന ആളല്ല, പക്ഷേ എൻ്റെ വീട്ടിലെപ്പോഴും കല്ലുമുക്കയൊക്കെ. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് ചൂണ്ടിടുന്ന. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു മീനൊക്കെ കിട്ടീനോ എന്ന്. അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നല്ല ഇതാണ്, നല്ല ക്ലൈമറ്റും. ഈവനിങ് ആയിട്ട് കുറച്ച് ഞാൻ അവിടെ ഇരിക്കൊക്കെ വരുത്തുന്നുണ്ട്. പക്ഷേ ഈ കല്ലിൻ്റെ ഇങ്ങോട്ടേക്ക് വരുത്തിയില്ല. എന്താ വെച്ചാൽ എപ്പോൾ നോക്കിയാലും ആണുങ്ങളാണ് ഉണ്ടാകുക ചൂണ്ടിടുന്ന ഇങ്ങനെ കല്ലുമുക്ക. പക്ഷേ ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് അറിയുന്ന. അവർ വന്ന് വിളിച്ച സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഏകദേശം ഒരു 4:30 മണിയൊക്കെ ആയിനെ. കണ്ടില്ലേ അവരൊക്കെ നമ്മളോട് അന്വേഷിക്കുന്നത് നിങ്ങളെന്താ വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ ഇത് നല്ല പരിചയമുള്ള മോനാണ്. നമ്മളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള എൻ്റെ ഒരു അറിയുന്ന ആൾക്കാരല്ലോ, അവർ എപ്പോഴും വരും വീട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ എൻ്റെ മോനിക്കൊരു നെണ്ടൊക്കെ കിട്ടി അവിടെ നിന്ന്. നെണ്ടെല്ലാം പിടിക്കുകയും എൻ്റെ മോന് പേടിയെന്ന് പറഞ്ഞ സംഭവം. എൻ്റെ മൂത്ത തന്നെ ഇല്ല, ഇതാ മൂത്ത മോന് മുഹമ്മദിന് ഭയങ്കര ഒരു ഇതാണ്, പേടിയെന്ന സംഭവം ഓനിക്കില്ല. ഇത് കണ്ടില്ലേ, ഇതെല്ലാം അവർ പറിച്ച് വെച്ചതാണ്, നമ്മൾ പറിച്ചല്ലേ. ഞാനതൊക്കെ നോക്കിയതാണ്. അപ്പോൾ അവർ ഇനിയും പറിക്കുന്നുണ്ട്. അപ്പോൾ എന്നോടൊക്കെ ചോദിച്ച് കുറച്ചൊക്കെ വേണോന്ന്. ഞാനും പാവല്ലേ, കഷ്ടപ്പെടുന്നുണ്ട്. കൈയൊക്കെ പണിയാവും. പിന്നെ അവർ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് പറിക്കുന്നത്. എല്ലാവരും കല്ലുമുക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇത് സ്ഥലമാണ് ആൾക്കാർ കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഇപ്പുറത്തുനിന്ന് എൻ്റെ മക്കളൊക്കെ പറിക്കുന്നുണ്ട്. കുറേ ആളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അവിടെ ഒക്കെ നിന്നതാണ്. സ്ലിപ്പായി പോയ വെള്ളത്തിലടിയിലേ ഉണ്ടാവുക. പക്ഷേ പേടിക്കണ്ട, നീന്താനൊക്കെ അറിയാമല്ലോ. വെള്ളത്തിൽ കിടക്കുന്ന മോൻ നല്ല മോനാണ്. കുറേ എന്നെ ആയിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് എന്നിട്ട് ആ വെള്ളത്തിൽ കളിക്കുന്ന കല്ലുമുക്കായൊക്കെ ടീഷർട്ടിലാണ് പറിച്ചത്. അപ്പോൾ അവൻ്റെ കുടുംബത്തിലുള്ള അവൻ്റെ കസിൻസ് ഏട്ടൻ ആരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഇത് എങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ അതിലെ അങ്ങ് ഇറങ്ങിയിട്ട് വീട്ടിൽ പോകും. അങ്ങനെ മുഹമ്മദ് ഇമ്രാൻ പറിച്ച കല്ലുമുക്കായാണ് ഇത്. പക്ഷേ ഈ റെഡ് കളർ ഈ കവറിലുള്ളത് ആ പിള്ളേർ തന്നതാണ്. ഈ പറിക്കുന്ന കല്ലുമുക്കായി പണിക്കാറില്ല, അവർ പണിക്കാരല്ല, അവരിങ്ങനെ ഒരു ടൈം പാസ്സായിട്ട് പറിക്കുന്നതാണ്. അപ്പോൾ കല്ലുമുക്കായി ഇന്നായിട്ടല്ല, കുറേ വർഷങ്ങളായി അങ്ങനെയാണ്. അണ്ടൽക്കാവ് ഉത്സവം ഇല്ലേ ഇവിടുത്തെ, ആ സമയത്താണ് ഇത് പറിക്കുന്ന സീസണായിട്ട് ഉണ്ടായ കഴിഞ്ഞ വർഷം. പക്ഷേ ഇപ്രാവശ്യം വേഗം തന്നെ പറിക്കുന്നുണ്ട്. ഇതിൽ കുറേ മുമ്പ് ഞാൻ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ ഒരു വെള്ളം ഇറക്കത്ത സമയത്ത് വലിയ കല്ലുമുക്കായി അത് ഇങ്ങനെ ഒന്നൊന്നും
ഉണ്ടാവുമല്ലോ ഓരോരോ കല്ലിൻ്റെ മുകളിൽ, അങ്ങനെ പറിച്ചതാണ്. അപ്പോൾ കല്ലുമ്മക്കായ് പറിച്ചിട്ടുള്ള പണിക്കാരനെ കണ്ട നിങ്ങൾ ഇതാണ് എൻ്റെ ഇമ്രാൻ. അപ്പോൾ ഇമ്രാൻ പറയാം നല്ല സൂപ്പർ എന്ന്. അപ്പോൾ നല്ല തണുപ്പൊക്കെ വന്നിട്ട് പല്ലൊക്കെ വറക്കുന്നു നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എന്നിട്ടും പറയാം വെള്ളത്തിൽ നിന്ന് എണീപ്പിച്ച് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്, നല്ലോണം കുളിച്ചിന്. എന്നിട്ട് പിന്നെ എന്നെ പറയാം അമ്മ നാളെ നമുക്ക് പോകണ്ടേന്ന്. എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് കൊണ്ടുപോയതാണ്. ഞാനിവിടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഇരുന്ന സമയത്ത് എന്നോട് പറയാം ഉമ്മ വാ ഉമ്മ എൻ്റെ ഫ്രണ്ടെല്ലാം ഉണ്ട് ഉമ്മ വാ പോകാമെന്ന്. അങ്ങനെ ഉപ്പാനോട് ചോദിക്കാം ഉപ്പ ഇങ്ങൾക്ക് ഇന്ന് രാത്രി കല്ലുമുക്കായും ചോറും മതിയാണോ എന്ന്. അപ്പോൾ ഉപ്പ പറഞ്ഞു ആ ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചു എനിക്ക് എവിടെ നിന്നാ കല്ലുമുക്കായിന്ന്. അന്നേരം എന്നോട് പറയും നമ്മളിപ്പോൾ പോയിട്ട് പറിച്ച് കൊണ്ടുവരുമല്ലോ എന്ന്. അങ്ങനെ അതൊക്കെ പറിച്ച് കഴിച്ചു. ഇത് കണ്ടില്ല, ഇത് പൊന്തുന്നില്ല, കുറച്ചേ ഉള്ളൂ, എന്നാൽ വെയിറ്റൊക്കെ ഉണ്ട്, ചെറുതാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷം, എന്താന്നാ അവർ പറിച്ചതല്ലോ. അങ്ങനെ ഞാൻ സമ്മതിച്ചു. കുറേ പൊയിലുള്ള കല്ലുമുക്കൊക്കെ വാരി വെട്ടണേ. അപ്പോൾ രണ്ടാമത് ഈ ആൾക്കാർ പറിക്കുന്നുണ്ട് ഗൈസ്, കുറേയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട്. ഞാൻ കുറച്ച് ലേറ്റായി പോയതാണ് അത്. അപ്പോൾ അവിടുത്തെ എൻ്റെ മോന് വെള്ളത്തിൽ നിന്ന് എണീച്ചിട്ട് വന്ന് മൂത്താൽ. അപ്പോൾ നമ്മൾ അങ്ങ് പോകുന്നു. അപ്പോൾ അവർക്ക് കൈമാറി. അപ്പോൾ രണ്ടാൾ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നാളെ നമുക്ക് പോകണം. എൻ്റെ കയ്യിൽ ഒരു കവറുണ്ടേ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നില്ല. എൻ്റെ ഫ്രണ്ടിന് വെച്ചാൽ ഭയങ്കര കല്ലുമ്മക്കായൻ്റെ ഒരു ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പോകേണ്ട റോഡ്, കുറച്ച് അങ്ങോട്ട് പോകണം. അങ്ങനെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് കമൻറ്റ് ചെയ്യാനും മറക്കില്ല. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ബൈ.